പകുതിയോളം നമ്മുടെ ടയർ മുങ്ങിപ്പോയെങ്കിൽ നമ്മൾ പിന്നീട് അവിടെ ഒരു സാഹസത്തിന് മുതിരരുത്. നമ്മൾ ആ റോഡിലൂടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വാഹനം അതിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കരുത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഓൾറെഡി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു വാണിംഗ് കിട്ടി, അല്ലെങ്കിൽ ഈ റോഡിൽ വെള്ളം മുങ്ങിയിരിക്കുകയാണ്, ആ റോഡിൽ വെള്ളമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടോ ഒക്കെ നമ്മൾ ആ ഒരു വെള്ളത്തിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. വെള്ളമാണ്, വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ അത് കൊണ്ടെത്തിക്കുള്ളൂ. ഇൻഷുറൻസിലും ക്ലെയിം കിട്ടാനുള്ള സാധ്യത വളരെയധികം വിദൂരത്തായി പോകും. നമ്മൾ അങ്ങനെയുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വെള്ളത്തിന്റെ ആഴം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ റോഡിൽ കൂടി വണ്ടി ഓടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ നമ്മുടെ വാഹനം മുങ്ങിപ്പോയ ഒരു അവസ്ഥ, നമ്മൾ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വെള്ളം കയറി, അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പം വെള്ളം കയറി നമ്മുടെ വാഹനം മുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്, താക്കോലിട്ട് വണ്ടി ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്.